അഭിമന്യ പിതാവ് നൽകുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ആർച്ച് ഡീക്കനും തൃശ്ശൂർ അതിരൂപതയിലെ ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പോളിൻ്റെ പരിശീലകനുമായ ബഹുമാനപ്പെട്ട സൈജോ തൈക്കാട്ടിലച്ച, സഹകാർമ്മികനായ നമ്മുടെ മുൻ വികാരിയച്ഛൻ സതീഷ് അച്ച, മറ്റ് സഹകാർമ്മികരെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ താരമായിട്ട്, കേന്ദ്രമായിട്ട് നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയ ഡീക്കൻ പോളിൻ്റെ മാതാപിതാക്കളെ, സഹോദരൻ, സഹോദര ഭാര്യ, പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ഇടവക ഇന്ന് എന്തുമാത്രം സന്തോഷിക്കുന്നുവെന്ന് ഇന്നലെ പോളുമായി സംസാരിച്ചപ്പോൾ ആ വാക്കുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു കുറവില്ല. ഞാനിവിടെ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഇടവക ജനം, ഈ ദൈവജനം ഈ ഇടവകയുമായി ചേർന്ന് നിന്ന് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളിലും പങ്കുചേരുന്നതിൽ വളരെയേറെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഇടവക കൂട്ടായ്മയാണ്. പ്രത്യേകിച്ചും ഈ വർഷം നാം സുവർണ ജൂബിലിയുടെ നിറവിൽ, അതിങ്ങനെ സമാപിച്ചതേ ഉള്ളൂ, സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഈ സമയം നമ്മുടെ ഇടവകയുടെ ഈ വിശ്വാസ ജീവിതത്തിന് തിലകക്കുറിയായിട്ട് ഈ സുവർണ ജൂബിലിയിൽ നമുക്ക് 2 ബഹുമാനപ്പെട്ട വൈദികരെ കർത്താവ് സമ്മാനം തന്നിരിക്കുകയാണ്. ഇതാ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ പോളിലെ പൗരോഹിത്യ ശിശു ഇന്ന് ജനിച്ചു വീഴാൻ പോകുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായി ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. വിശുദ്ധ ഔസേപ്പിതാവും മറിയവും ചേർന്ന് ആ കുടുംബത്തിലാണ് കർത്താവ് ഈ ലോകത്തിൽ വന്ന് ജനിച്ചത്. ദൈവം ഈ ലോകത്തിൽ ഒരു കുടുംബത്തിൽ വന്ന് പിറന്നത് നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിലൂടെ നാം എല്ലാം ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമ്മളെല്ലാവരും അവിടുത്തെ പുത്രത്വത്തിലെ ഭാഗഭാക്കുകളായിരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദമ്പതികൾ തങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ കുടുംബമായി വളർത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുക്കുകയാണ്. ഇന്ന് ഈ ടോമി ടെസ്സി ദമ്പതികൾ അവർ വിവാഹ ജീവിതത്തിൽ ഏറ്റെടുത്ത ആ ഒരു ദൗത്യം, ഞങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായി ഞങ്ങൾ വളർത്തും. അങ്ങനെ അവർ ആരംഭിച്ച കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായി തീർന്നപ്പോൾ ദൈവം തീരുമാനിച്ചു അവരുടെ ഒരു മകനെ ദൈവത്തിൻ്റെ ആ വലിയ കുടുംബത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് പരിപൂർണമായും വേർതിരിച്ച് നിർത്തുവാനായിട്ട്. പരിശുദ്ധ കന്യകാമറിയും വിശുദ്ധ ഔസേപ്പിതാവും യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവനെ കാണാതായി 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങളല്ലേ എന്നെ ബോധ്യപ്പെടുത്തി തന്നത് എൻ്റെ യഥാർത്ഥത്തിലുള്ള പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന്?
എൻ്റെ യഥാർത്ഥത്തിലുള്ള ഭവനം പിതാവിൻ്റെ ഭവനമാണെന്ന്, ഈ പിതാവിൻ്റെ ഭവനത്തോട് ചേർത്ത് നിർത്തി നിങ്ങൾ എന്നെ വളർത്തി, ഞാൻ ഈ ഭവനത്തിലായിരിക്കേണ്ടവനല്ലേ? പോള് കർത്താവിൻ്റെ വിളി സ്വീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും പോളിൻ്റെ മാതാപിതാക്കളോടും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടവനാണ്. ഈ ദേവാലയത്തോട് ചേർത്ത് നിർത്തി ഫ്രാൻസിസിനെയും പോളിനെയും അവർ വളർത്തി. ഇന്ന് നമ്മൾ ഒന്നാമത്തെ കാനോനയിൽ വായിച്ചു കേട്ടതുപോലെ അവരുടെ കുടുംബം കർത്താവിൻ്റെ അങ്കണം തങ്ങളുടെ ഭവനമായിട്ട് ഏറ്റെടുത്തു. ബലിപീഠത്തിനരികിൽ അവർ കുഞ്ഞുങ്ങളെ വളർത്തി. കുരുവിപ്പക്ഷിയും മീവൽപക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞത്. കുരുവിപ്പക്ഷിയും മീവൽപക്ഷിയും ഈ ദേവാലയത്തിൻ്റെ അങ്കണം തങ്ങളുടെ ഭവനമായി ഏറ്റെടുത്തു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിനരികിൽ വളർത്തി. ഈ വിശുദ്ധ ബലിപീഠത്തിനരികിൽ, ഈ മധുബഹായിൽ മക്കളെ വളർത്തുമ്പോൾ ദൈവം ആ മക്കളെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മുട്ടത്ത് കുടുംബത്തിന്, ടോമി ടെസ്സി ദമ്പതികൾക്ക് ആദ്യമേ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഫ്രാൻസിസും ക്രിസ്റ്റീനയും വളരെ അഭിമാനത്തോടുകൂടി പോളിൻ്റെ ഈ പൗരോഹിത്യ വഴികളിൽ, പരിശീലനത്തിൻ്റെ വഴികളിൽ ഒപ്പം യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. വളരെയേറെ ദൈവവിചാരമുള്ള ഒരു കുടുംബമാണ് ഈ മുട്ടത്ത് കുടുംബമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സിസ്റ്റർ ജ്യോതിയും സിസ്റ്റർ ഹിൽഡയും അതുപോലെ ഇവരുടെ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം, ഇവരുടെ അപ്പാപ്പൻ തുടങ്ങിയൊക്കെ എല്ലാവരും തന്നെ ഈ സഭയോട്, വിശ്വാസ ജീവിതത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത്. ജ്യോതി സിസ്റ്ററിനൊക്കെ എങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവരുടെ സന്യാസ സഭയുടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് എടുത്ത് ഇങ്ങനെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹിൽഡ സിസ്റ്ററും ഇപ്പോൾ അവരുടെ സന്യാസ സമൂഹത്തിൻ്റെ ജനറലേറ്റിലെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. സഭയോടൊത്തുള്ള ജീവിതം, സഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് അതൊരു വലിയ ആവേശമായിട്ട് ഏറ്റെടുക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം നല്ല ദൈവവിളികൾ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ അങ്ങനെ ദൈവവിളിയുടെ ഇന്നങ്ങോട്ട് തുടങ്ങി ഈ ഇടവകയിൽ നിന്ന് നിങ്ങളൊക്കെ നല്ല കുടുംബങ്ങളാണ്, ധാരാളം ദൈവവിളികൾ ഇവിടെ നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സിൻഡോ അച്ഛൻ ഒരു തുടക്കമിട്ടിട്ടുണ്ട്, പോളച്ചൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ജീസ്മോനും നമ്മുടെ പെട്ടെന്ന് പേര് റിക്സൻ, അവനൊക്കെ ഇപ്പോൾ ഇവിടെ വളരെ ആക്റ്റീവാണ്. റിക്സനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് പോലെയാണ്. ഞങ്ങളുടെ ബിഷപ്സ് ഹൗസിലൊക്കെ വരുമ്പോൾ അവിടെ തന്നെയാണ്. ഇനി അതുപോലെയുള്ള ധാരാളം ദൈവവിളികൾ നിങ്ങളുടെ ഇടവകയിൽ നിന്ന് ഇനി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ വികാരിച്ചം വന്നതിന് ശേഷം ഞാനിവിടെ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, ഇവിടെ എപ്പോൾ നോക്കിയാലും ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർ ഈ ഇടവകയെ ഭവനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അമ്മമാരൊക്കെ അത് ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. വിചാരിച്ച അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എവിടെയായിരുന്നു നമുക്കറിയാം. നമുക്കിവിടെ ഒത്തിരിയേറെ ക്ലബ്ബുകളും പ്രസ്ഥാനങ്ങളും ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഈ ദേവാലയത്തോട് ചേർന്ന്, ഈ ദേവാലയത്തെ ഭവനമായിട്ട് സ്വീകരിച്ച് ഈ ബലിപീഠത്തിനരികെ വളർന്നു വരുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. വികാരിച്ചൻ അതിന് ഒരുപക്ഷെ വലിയ ഉപകരണമായിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ മാതാപിതാക്കളെയാണ്
ഞാൻ ഏറ്റവും കൂടുതൽ അതിനെ അഭിനന്ദിക്കുന്നത്. അത് വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകുകയാണ്. ഈ സുവർണ ജൂബിലി തുടങ്ങി നമ്മുടെ ഇടവകയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. വിയാരിച്ചൻ അച്ഛനെ ആശ്രയിച്ചിട്ടാകരുത് ഇവിടുത്തെ ആത്മീയ ജീവിതമെന്ന് നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ ഭവനത്തെ സ്വന്തമായി കാണുകയും ഈ ഭവനത്തെ നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആത്മീയ ജീവിതം നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമായിട്ട് തീരും. ഈ അതിരൂപതയ്ക്ക് വലിയ പ്രചോദനമായിട്ട് മാറും. നിങ്ങൾ ഒത്തിരിയേറെ സംഭാവനകൾ നൽകുന്നവരായിട്ട് തീരുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് പോള് ഏറ്റെടുക്കുന്നത് തൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ ഭവനമായിട്ട് സ്വീകരിച്ചപ്പോൾ, അങ്ങനെ കണ്ടെത്തിയപ്പോൾ, ഇനി നമ്മുടെ സഭയെ ഈ ദൈവത്തിൻ്റെ ഭവനമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നതിന് കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണമായിട്ട് പോള് തീരുകയാണ്. പോളിനെ ശുശ്രൂഷയ്ക്കായിട്ട് ഇനി അഭിമന്യ പിതാവ് എവിടേക്കാണോ പറഞ്ഞു വിടുന്നത് അവിടെ കർത്താവിന് ജന്മം നൽകുന്ന ഒരു ഭവനം, ദൈവത്തിൻ്റെ ഭവനം രൂപപ്പെടുത്തുക, അതാണ് പോളിൻ്റെ അജപാലന ശുശ്രൂഷ. അതിന് നിരന്തരം പോളിൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടാകണം. ഇത് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ കർത്താവ് പോളിൻ്റെ ഹൃദയത്തിൽ വസിക്കണം. അപ്പോൾ പോള് കർത്താവിൻ്റെ ഭവനമായിട്ട് തീരുകയാണ്. പോള് കർത്താവിൽ വസിക്കണം, കർത്താവ് പോളിൻ്റെ ഭവനമായിട്ട് തീരുകയാണ്. ഈ ഒരു സഹവാസത്തിലൂടെയാണ് പോള് കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ഭവനം രൂപപ്പെടുത്തേണ്ടത്. എന്തുമാത്രം കർത്താവിനോട് ഉള്ള ആഴമായ സ്നേഹത്തിൽ പോള് നിലനിൽക്കുന്നുവോ, ആ സ്നേഹം പോളിൻ്റെ ജീവിതത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ പ്രകാശിക്കുന്നുവോ, അതിനനുസരിച്ചാണ് പോളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഭവനം രൂപപ്പെടുവാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വായിച്ച് കേട്ട ആ സുവിശേഷ ഭാഗത്തിൽ 2 പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നുവെങ്കിൽ. ഇതാണ് ഇന്നു മുതൽ പോളിൻ്റെ അജപാലന ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ ഒരു ആത്മീയതയുടെ നിറവിൽ മാത്രമേ പോളിന് തീർച്ചയായിട്ടും തൻ്റെ അജപാലന ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിലും എൻ്റെ താല്പര്യത്തിലും എൻ്റെ ഇടവക എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ പോകണം എന്ന് വാശി പിടിക്കുമ്പോൾ അവിടെ നമ്മുടെ പരാജയം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 5-ാമത്തെ വചനം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന ആ ഒരു വാക്യത്തോടെയാണ് അവസാനിക്കുന്നത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. പോളിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭത്തിൽ മുതൽ മരണം വരെ ഓർത്തെടുക്കേണ്ട ഒരു വലിയ സത്യമാണത്. എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിശുദ്ധ അഗസ്തീനോസ് ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്ക് വളരെ കുറച്ചേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവിടുത്തെ കൂടാതെ എന്തുമാത്രം ഞാൻ പരിശ്രമിച്ചാലും, എത്ര എഫിഷ്യൻ്റ് ആയാലും, എത്രയേറെ ഞാൻ സിസ്റ്റമാറ്റിക് ആയാലും, കർത്താവ് കൂടെയില്ലെങ്കിൽ ഞാൻ സീറോയാണ്. ഈ പൗരോഹിത്യം കർത്താവിനെ മാത്രം ആശ്രയിച്ചിട്ടും അവിടുത്തെ മാത്രം പ്രവർത്തനവുമാണ് എന്ന് കൂടെ കൂടെ ഞാൻ
ഓർത്തെടുക്കേണ്ടതുണ്ട്. അവനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പോളിൻ്റെ ജീവിതത്തിലെ കുറിച്ചിട്ട് ഞാനിങ്ങനെ പോളിനെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. വാസ്തവത്തിൽ പോളിൻ്റെ അമ്മയെ പോളിന് മുമ്പേ എനിക്കറിയാം. ഞാൻ മുട്ടത്ത് കുടുംബത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ആലപ്പാട്ട് കുടുംബം എന്ന് പറയുന്നത്. പോളിൻ്റെ പേര് ഈ ചെറുപ്പം മുതലേ സെമിനാരിക്കാരനായിട്ട് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക പോളിൻ്റെ അപ്പാപ്പനെയാണ്, അമ്മയുടെ അപ്പനെയാണ്. അമ്മയുടെ അപ്പൻ്റെ പേരാണ് പോളിന് കിട്ടിയിരിക്കുന്നത്. എൻ്റെ തന്നെ അതേ കുടുംബ യൂണിറ്റിലെ ഞങ്ങൾ ഒരു കുടുംബ യൂണിറ്റുകാരായിരുന്നു. അതുകൊണ്ട് പോളിൻ്റെ അപ്പാപ്പൻ പോളേട്ടൻ, ആ പോളേട്ടനെ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഒരു ആത്മീയ സൗന്ദര്യമുള്ള മനുഷ്യനായിരുന്നു പോളേട്ടൻ. അപ്പോൾ ഈ ഒരു ആത്മീയതയുടെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് ഈ സ്നേഹമാണ്, കർത്താവിനോടുള്ള സ്നേഹമാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കലാണ്. എപ്പോഴൊക്കെ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ എൻ്റെ ചിന്തയെയും എൻ്റെ കഴിവിനെയും ആശ്രയിച്ചിട്ട് എൻ്റെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് ചിന്തിക്കുന്നുവോ അവിടെ നമ്മുടെ പരാജയം ആരംഭിക്കുകയാണ്. അതൊരു പക്ഷേ ഏറ്റവും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും കാണപ്പെടുന്നതായിട്ട് തീരുന്നത് പൗരോഹിത്യത്തിൽ ജീവിക്കുന്നവരിലാണ്. കുടുംബജീവിതത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു അച്ഛൻ അങ്ങനെ മാറിയാൽ അതൊരു ജനത്തെ മുഴുവൻ ബാധിക്കുകയാണ്, ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുകയാണ്. എൻ്റെ ആശ്രയം, എൻ്റെ ആശയം, എൻ്റെ നിലപാട് എന്നതിൽ നിന്നൊക്കെ മാറി കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനെല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു പൗരോഹിത്യം, അതാണ് അവിടുന്ന് പോളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പോളിൻ്റെ ഈ ഫിലോസഫി കാലഘട്ടമൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. പോൾ ഒരു ആശയങ്ങളുടെ ലോകത്ത് വ്യവഹരിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഒരു ചിന്തയുടെ തലത്തിൽ ഒത്തിരിയേറെ വളർന്നിട്ടുള്ള ഒരാളാണ്. പോളിന് ഞാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് വലിയൊരു സംഗീതമുള്ള ആളാണ്, മറുഭാഗത്ത് വളരെയേറെ ഒരു അനലിറ്റിക്കൽ മൈൻഡ്, ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു തലവും, രണ്ടും ഒരുപോലെ ചേർന്ന് പോയ ഒരു വ്യക്തിയാണ്. എന്നാൽ പോൾ ദൈവശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു വലിയൊരു സന്തോഷം, ഈ ആശയങ്ങളുടെ ലോകത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് ഉള്ള ഒരു വളർച്ച കണ്ടെത്താൻ സാധിക്കും. ഇത് രണ്ടും ചേർന്ന് പോകുമ്പോഴാണ് നല്ല ഒരു പൗരോഹിത്യത്തിന് പോളിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത്. ആശയങ്ങൾ വേണം, ചിന്തകൾ വേണം, എന്നാൽ അത് വിശ്വാസത്തിൽ അത് പുഷ്പിക്കണം. അങ്ങനെയുള്ളൊരു ശൈലിയിലേക്ക്, അങ്ങനെയുള്ളൊരു യാത്ര പോളിൻ്റെ പരിശീലന കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ യാത്ര എത്തിച്ചേരുന്നത് യേശുക്രിസ്തുവിലാണ്. വിശ്വാസത്തിൻ്റെ അന്വേഷണം എത്തിച്ചേരുന്നത് കർത്താവിലാണ്. ആ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കണ്ടെത്തുമ്പോൾ ആ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ആവേശമായിട്ട് മാറുകയാണ്. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിക്കുന്നത് ഒരു ആശയമല്ല, അതൊരു വ്യക്തിയാണ്, അത് തമ്പുരാൻ തന്നെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ ആ വ്യക്തിയോടുള്ള, ആ യേശുവിനോടുള്ള അദമ്യമായിട്ടുള്ളൊരു സ്നേഹം അത് എൻ്റെ പ്രാർത്ഥനയായിട്ട് മാറണം. അത് അവനോടുകൂടെ ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് എനിക്കിടവരണം. ഇവിടുത്തെ വികാരിയച്ഛനെ കുറിച്ചൊക്കെ പോള് അങ്ങനെയുള്ള ചില പങ്കുവെക്കലുകൾ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. കർത്താവിനോട് ചേർന്നിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ആത്മീയതയിലേക്ക് വളർന്നു വരിക, അതാണ് നമ്മുടെ പൗരോഹിത്യം. ബലിപീഠത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു പൗരോഹിത്യം എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു സ്നേഹത്തിൻ്റെ നിറവ് നിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭം മുതലുണ്ടെങ്കിൽ പിന്നെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ, അനുപാലന ശുശ്രൂഷയിൽ അസാധ്യമായിട്ട് നിനക്കൊന്നുമില്ല. കാരണം സ്നേഹം തന്നെയായ കർത്താവിനെ നിൻ്റെ ഹൃദയത്തിൽ നീ തിരിച്ചറിയുന്നുവെങ്കിൽ ആ കർത്താവാണ് പിന്നെ നിന്നിലൂടെ പ്രവർത്തിക്കുന്നത്.
എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞവൻ തന്നെ എന്നോട് പറഞ്ഞു ഇന്നത്തെ സുവിശേഷത്തിൽ, നിങ്ങൾ എന്നെ ശ്രവിക്കുകയും എൻ്റെ കൽപ്പനകളും പാലിക്കുകയും ഈ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശാഖയായിട്ട് ഞാൻ മാറുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്നിൽ ആശ്രയിക്കുമ്പോൾ ഈ പൗരോഹിത്യം വലിയ പരാജയമായിട്ട് തീരും. കൊറിന്തോസിലെ ലേഖനം, 1-ാം ലേഖനം 13-ാം അധ്യായമാണിന്ന് സഭാമാതാവ് നമ്മുടെ പരിചിന്തനത്തിനായിട്ട് കുർബാനയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ഗീതമാണ്. ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ശ്ലീഹ, ഈ സ്നേഹം കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കയില്ല എന്നുള്ള പൗലോസിൻ്റെ 13-ാം അധ്യായത്തിലെ വാക്യങ്ങൾ, അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്ത ശ്ലീഹായാണ്. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങല പോലെയാണ്. മാലാഖമാരുടെ ഭാഷയാണ് സംഗീതം. പക്ഷെ സ്നേഹമില്ലെങ്കിൽ ഈ സംഗീതം ഒന്നുമല്ല. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും, സകല വിജ്ഞാനവും, ഞാൻ എങ്ങനെയുള്ള വിജ്ഞാനം, മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായാൽ പോലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പോളിൻ്റെ പൗരോഹിത്യം ഈ സ്നേഹത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് മാറുവാനിട വരട്ടെ. സ്നേഹം തന്നെയായ കർത്താവ് പോളിലൂടെ ജീവിക്കുകയും പോളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാകട്ടെ പോളിൻ്റെ പൗരോഹിത്യം. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിലാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അതാണ് സ്നേഹം. അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും സ്വപുത്രനെ തൻ്റെ പാപ പരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സ്നേഹമെങ്കിൽ, ആ സ്നേഹം കണ്ടെത്തിയപ്പോൾ ആ സ്നേഹമാണ് പങ്കുവെക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ, കൂദാശകൾ അർപ്പിക്കുമ്പോൾ, ദൈവജനത്തെ ഞാൻ നയിക്കുമ്പോൾ, എൻ്റെ മുമ്പിൽ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ കണ്ടെത്തേണ്ടത് അവരിലൊക്കെ ഈ സ്നേഹം, തൻ്റെ പുത്രനെ അയക്കുവാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹം ഇവരിലെല്ലാം ഇങ്ങനെ ഉരുവാകുക എന്നുള്ളതാണ്. അജപാലന സ്നേഹം, അജപാലന ശുശ്രൂഷ അതാണ്. ഗലാത്യ ലേഖനത്തിലെ 4-ാം അധ്യായം 19-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. കുഞ്ഞുമക്കളെ, യേശുക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ വീണ്ടും ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. പോളിൻ്റെ അജപാലന ശുശ്രൂഷ ഈ ഈറ്റുനോവ് അനുഭവമായിട്ട് മരണം വരെ നിലനിൽക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു അവൻ്റെ സ്നേഹം എനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരിൽ രൂപം കൊള്ളുന്നത് വരെ, ആ കൂട്ടായ്മ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമായിട്ട് മാറുന്നത് വരെ ഞാനിങ്ങനെ ഈറ്റുനോവ് അനുഭവിച്ചു കൊണ്ടിരിക്കും. ഈറ്റുനോവ് അനുഭവിക്കും. ഒരു പ്രസവവേദനയോളം വലിയൊരു വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. പോളിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഗർഭപാത്രത്തിൽ നിന്ന് ഈ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയും അത് ദൈവജനത്തിൽ മുഴുവൻ ക്രിസ്തു രൂപപ്പെടുന്നതിനിടവരുകയും ചെയ്യുകയാണ്. അവിടെയും നമ്മൾ ഓർക്കുകയാണ്, ഞാനല്ല അവരെ രൂപപ്പെടുത്തുന്നത്, എൻ്റെ മിടുക്കല്ല
അവരിൽ കർത്താവിൻ്റെ സ്നേഹം വളർന്നു വരുന്നത്. പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു അവരിൽ രൂപപ്പെടുന്നത് വരെ. അവിടെ പ്രവർത്തിക്കുന്നതും കർത്താവ് തന്നെയാണ്. അവിടെ സ്നേഹമായിട്ട് കടന്നു വരുന്നത് കർത്താവാണ്, വളരുന്നത് കർത്താവാണ്, കർത്താവ് തന്നെയാണ് ഇടപെടുന്നത്. ആത്യന്തികമായിട്ട് പോളിൻ്റെ അജപാലന ശുശ്രൂഷ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്ന പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ പോളിന് സാധിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുക. പോൾ തൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് എന്നും ബി മേഴ്സിഫുൾ ടു ഹിസ് പീപ്പിൾ എന്നാണ്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ അണമുറിയാത്ത കണ്ണി തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനിങ്ങനെ സ്വീകരിക്കുകയാണ്. അതൊരു അപ്പൻ്റെ ഉത്തരവാദിത്തമല്ല, അതൊരു മകനെ പോലെയുള്ളൊരു സ്വീകരിക്കലാണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് അപ്പൻ്റെ അവതാരമാകലല്ല, മകൻ്റെ അവതാരമാകലാണ്. ചിലപ്പോഴൊക്കെ നമ്മളത് മറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. യേശുക്രിസ്തു എപ്പോഴാണ് ഞാൻ അപ്പനാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് എപ്പോഴും അഭിമാനം കൊണ്ടിരുന്നത് ഞാൻ പിതാവിൻ്റെ മകനാണ്. ആ സ്നേഹിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നാണ് തൻ്റെ ശുശ്രൂഷകളെല്ലാം കർത്താവ് ചെയ്തത്. ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്കാണ്. പോള് ഈ പുത്രത്വത്തിൽ എന്തുമാത്രം ആഴപ്പെട്ട് സ്നേഹിക്കപ്പെട്ടു എന്നുള്ള അനുഭവത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നുവോ, അതിനനുസൃതമായിട്ടാണ് പോളിൻ്റെ ദൈവജനത്തോടുള്ള കാരുണ്യം വഴിഞ്ഞൊഴുകുക. ഈ സ്നേഹമാണ് കാരുണ്യമായിട്ട് വഴിഞ്ഞൊഴുകേണ്ടത്. പിതാവിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ കാരുണ്യമായി വഴിഞ്ഞൊഴുകിയതുപോലെ പോളിൻ്റെ ശുശ്രൂഷയിലൂടെ പോൾ സ്നേഹിക്കപ്പെട്ട പോള് കാരുണ്യം വഴിഞ്ഞൊഴുകുകയാണ്. ഈ ഒരു അജപാലന ശുശ്രൂഷയിലേക്ക് പോള് കടന്നു വരട്ടെ. അതിനോട് കൂട്ടിച്ചേർക്കാൻ ഈ ആപ്തവാക്യത്തിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോൾ അത് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ അതൊക്കെ എനിക്ക് വ്യക്തമാണ്. എങ്കിലും കൂടെ കൂടെ നിന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഈ വാക്യത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അറ്റ് ദ സർവീസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ചർച്ച്. സഭയുടെ ഗർഭപാത്രത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെക്കുന്നതാണ് ഈ ദൈവസ്നേഹവും പരസ്നേഹവും. കർത്താവ് ഇങ്ങനെ കൂടെ കൂടെ എൻ്റെ മനസ്സിലേക്ക് വരണം. ക്രിസ്തുവിനെ, അവൻ്റെ മനോഭാവങ്ങളെ അതേപടി ഒപ്പിയെടുക്കുന്നൊരു പൗരോഹിത്യം, അത് സഭയിലുള്ള പൗരോഹിത്യമാണ്. സഭയുടെ മടിത്തട്ടിലായിരിക്കണം പോള് സേവനം ചെയ്യേണ്ടത്, ഈ സ്നേഹം പങ്കുവെക്കേണ്ടത്. എനിക്കിഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള വഴിക്ക് പോയിട്ടുള്ളൊരു ശുശ്രൂഷയൊന്നുമല്ല ഇത്. സഭയാകുന്ന ഭവനത്തിൻ്റെ അവിടുത്തെ മടിത്തട്ടിൽ ഉള്ളൊരു ശുശ്രൂഷയാണ്. അത് മറക്കാതിരിക്കാം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഈ ദൈവത്തിൻ്റെ ആലയമാണ് നിനക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ദൈവജനമാകുന്ന കൂട്ടായ്മ. നീ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണത്. ഞാനും എനിക്കേൽപ്പിക്കപ്പെട്ട ദൈവജനവും ചേർന്നതാണ് ദൈവത്തിൻ്റെ ആലയം. അവിടെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകമുണ്ടാകും. ഇന്ന് നീ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. മോശയോട് ചേർന്ന് നിന്ന് 70 പേർക്ക് ദൈവം മോശയിൽ നിന്ന് നൽകപ്പെട്ട ആത്മാവിൽ ഒരു പങ്ക് പകർന്നു കൊടുത്തതുപോലെ നീ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്കേൽപ്പിക്കപ്പെട്ട ദൈവജനത്തിൽ ആത്മാവിൻ്റെ ഒരു അഭിഷേകമുണ്ടാകും. അത് ദൈവത്തിൻ്റെ ഭവനമായിട്ട് തീരും. 17-ാം വാക്യം നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഭയപ്പെടാനല്ല. എൻ്റെ അസ്തിത്വവും എൻ്റെ ജീവിതവും
ഈ ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുകയാണ്. അവിടുത്തെ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ശുശ്രൂഷയാണ് ദൈവ ഭവനമായി തീരലാണ്. അതിലേക്ക്, ഈ ഒരു നേതൃ ശുശ്രൂഷയിലേക്ക് പോളിനെ തിരഞ്ഞെടുത്ത ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും ഈ ഒരു ചൈതന്യത്തിൽ പോളിൻ്റെ പൗരോഹിത്യം മരണം വരെ തുടരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടെ പോളിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും ഞാൻ ആശംസിക്കുന്നു. പോളിൻ്റെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങൾ ഈ പേരകം ഇടവകയിലെ സമൃദ്ധമായ ദൈവവിളികളും അനുഗ്രഹങ്ങളുടെ വറ്റാത്ത മഴയും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.